കൊല്ലം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ വിദ്യാർത്ഥികൾ ഉപരോധിക്കുന്നു. സഹപാഠികളുടെ മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ MBBS വിദ്യാർത്ഥി പ്രചരിപ്പിച്ച കേസിൽ പോലീസ് കടുത്ത നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. 14 വിദ്യാർത്ഥികളുടെയും പരാതിയിൽ പ്രത്യേകം FIR ഇടണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്നാൽ ഒരു കുറ്റകൃത്യം മാത്രമാണ് പോലീസ് ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടുള്ളൂ. ഇന്ദുലേഖ രേണു നൽകും കൂടുതൽ വിവരങ്ങൾ. ഇന്ദു, ഇപ്പോഴും അവിടെ സംഘർഷഭരിതമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പോലീസുകാർ പുറത്തിറങ്ങി വന്ന് വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്നുണ്ട്. എന്താണ് ഒരു ധാരണയായോ ഇപ്പോൾ? ഹിമ, ഇപ്പോൾ പ്രതിഷേധം വീണ്ടും കടുത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. തുടക്കത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യം അബേലിനെതിരെ കൂടുതൽ പരാതികൾ അവർക്ക് പറയാനുണ്ട്. ആർക്കൊക്കെ പറയാനുണ്ടോ ആ പരാതികളെല്ലാം കേട്ട് വെവ്വേറെ FIRകൾ രജിസ്റ്റർ ചെയ്യണം, അത്രത്തോളം അബേലിനെതിരെയുള്ള കേസ് കടുപ്പിക്കണമെന്നായിരുന്നു. കാരണം അബേലിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളും കേസുകളും വളരെ നിസ്സാരമായിരുന്നത് കൊണ്ടാണ് പ്രതി ഇപ്പോൾ പുറത്ത് നിൽക്കുന്നത് എന്നൊരു വാദമായിരുന്നു വിദ്യാർത്ഥികൾക്ക് പറയാനുണ്ടായിരുന്നത്. അത് വിദ്യാർത്ഥികൾ ഒരു പരിധിയിലധികം രാത്രി ഏറെ വൈകിയും നിന്ന് പ്രതിഷേധിച്ച് അവരുടെ പ്രതിഷേധ സമരം അവസാനിപ്പിക്കുന്നില്ല എന്ന് കണ്ട് പോലീസ് തന്നെ ഇടപെട്ട് ലാസ്റ്റ് സംസാരിച്ചൊരു സമവായത്തിലേക്ക് എത്തി. നമുക്ക് സംസാരിക്കാം, വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെ പരാതിയുണ്ടോ അവർക്കൊക്കെ പരാതി നൽകാനും അവരുടെ മൊഴി എടുക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെന്ന് പോലീസ് വാക്ക് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2 വിദ്യാർത്ഥിനികളെ ഉള്ളിലേക്ക് വിളിക്കുകയും പരാതിക്കാരായ 2 വിദ്യാർത്ഥിനികളെ ഉള്ളിലേക്ക് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അവിടെയാണ് വീണ്ടും പ്രശ്നമുണ്ടാവുന്നത്. ഈ പരാതി നൽകാനായി ഉള്ളിലേക്ക് കയറിയ വിദ്യാർത്ഥിനികളുടെ ചിത്രം, ദൃശ്യങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉള്ളിൽ നിന്ന് മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. ഇത് വിദ്യാർത്ഥികളെ വീണ്ടും ചൊടിപ്പിച്ചു. ഈ ദൃശ്യങ്ങൾ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണമെന്നും അത് പകർത്തിയ ഉദ്യോഗസ്ഥൻ വിദ്യാർത്ഥികളോട് പൊതുവിൽ മാപ്പ് പറയണമെന്നുമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. ഇടയ്ക്ക് ഇവരുടെ ആവശ്യമൊന്ന് പോലീസ് അംഗീകരിച്ചപ്പോൾ ഈ ഒരു പ്രതിഷേധ സമരം ഒന്ന് അടങ്ങിയതായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോൾ വീണ്ടും വിദ്യാർത്ഥികൾ കൂടുതൽ പ്രകോപിതരായിരിക്കുന്നത് ഈ ഒരു വിഷയത്തിന്റെ പേരിലാണ്. ആ എടുത്ത ദൃശ്യങ്ങൾ എത്രയും വേഗം ഡിലീറ്റ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ഇപ്പോൾ സമരം കടുത്തപ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്നും SHO തന്നെ നേരിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഡിലീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഫോണിൽ കാണിക്കുകയും ചെയ്തു. പക്ഷേ ആവശ്യം അവിടെയും തീർന്നില്ല. ആ എടുത്ത ഉദ്യോഗസ്ഥൻ പുറത്തിറങ്ങി വന്ന് അത്രയും പേരുടെ മുന്നിൽ നിന്ന് വിദ്യാർത്ഥിനികളോട് മാപ്പ് പറയണമെന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. അത് മാപ്പ് പറയാതെ, ഇവരുടെ തുടക്കത്തിലെ തൊട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അവർ അവിടെ നിന്നും പോകില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും ബഹളം വെക്കുകയുമാണ് ചെയ്യുന്നത്. SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് അടക്കമുള്ള ആളുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അക്രമാസക്തരാവാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെ ഒരു വിധത്തിൽ അടക്കി നിർത്താൻ ഈ സഞ്ജീവ് അടക്കമുള്ളവരും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിലുള്ളവരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു പറ്റം വിദ്യാർത്ഥികൾ വികാരഭരിതരാവുകയും അവർ കൂടുതൽ അക്രമാസക്തരാവുകയും ചെയ്യുന്നുണ്ട്. മറ്റു ചിലർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. എന്തുതന്നെ ആയാലും തങ്ങളുടെ ആവശ്യം ന്യായമാണെന്നും ഇത്തരത്തിൽ ഒരാൾ ഇത്തരം മോശമായിട്ടുള്ള സ്വഭാവ വൈകൃതമുള്ള സ്വന്തം കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ തന്നെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ തന്നെ ചിത്രം പകർത്തി മോർഫ് ചെയ്ത് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ഒരാൾ ഇനി തങ്ങളുടെ കൂടെ പഠിക്കാൻ യോഗ്യനല്ലെന്നും അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ കുപ്പായം അണിയാൻ യോഗ്യനല്ലെന്നും തുടരെ പറഞ്ഞുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ അബേലിനെതിരെ കൂടുതൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ശക്തമായ ഒരു നടപടി മുൻപേ സ്വീകരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഈ 13 പേരുടെയും 14 പേരുടെയും പരാതി കേട്ടിരുന്നുവെങ്കിൽ പ്രതി ഇപ്പോൾ പുറത്ത് നിൽക്കില്ലായിരുന്നു. ഇപ്പോഴും ഉള്ളിൽ തന്നെ കിടന്നേനെ, അല്ലെങ്കിൽ അനുഭവിക്കേണ്ട ശിക്ഷ അനുഭവിച്ചേനെ എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഹിമ, തീർച്ചയായും അതെ, ന്യായമായ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. കൂടെ ഇരുന്ന് പഠിക്കുന്ന സഹപാഠികളുടെ ദൃശ്യങ്ങൾ പകർത്തി അത് മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന അത്രത്തോളം സ്വഭാവ വൈകൃതമുള്ള ഒരാൾ, ഒരു ഡോക്ടറായാൽ എത്രത്തോളം വിപത്ത് സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. 14 വിദ്യാർത്ഥികൾക്കാണ് ഈ സംഭവത്തിൽ പരാതിയുള്ളത്. പക്ഷെ അതിൽ എല്ലാ പരാതിയും ഇതുവരെയും പോലീസ് കേട്ടിട്ടില്ല. ചില പരാതികളിൽ മാത്രമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാ പരാതിയും കേൾക്കാൻ പോലീസിന് ഇത്ര മടി എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യവുമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളിൽ നിന്ന് 2 പരാതി നൽകാനുള്ള വിദ്യാർത്ഥികളെ ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവരുടെ ചിത്രങ്ങൾ പോലീസ് പകർത്തുന്നു. അതിന്റെ ആവശ്യം എന്താണ് എന്നുള്ള ന്യായമായ ചോദ്യവും വിദ്യാർത്ഥികൾ ഉയർത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അങ്ങനെ പോലീസ് സ്റ്റേഷന് മുൻപിൽ അരങ്ങേറുകയാണ്. നിലവിലെ സാഹചര്യം എന്തായാലും ആ പ്രതിഷേധം അങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ അവരെ കൂടുതൽ ചൊടിപ്പിച്ചത് മറ്റു വിദ്യാർത്ഥികളെ ഉള്ളിലേക്ക് വിളിച്ചു കയറ്റി അവരുടെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണ്. നിലവിൽ പരാതിയുള്ളത് 14 പേർക്കാണ്. ഇതിലിപ്പോൾ എത്ര പേരുടെ പരാതി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഈ ഉള്ളിലേക്ക് വിളിച്ച 2 കുട്ടികളുടെ പരാതി രേഖപ്പെടുത്തി അവരെ തിരിച്ചുവിട്ടോ അതോ അവരുടെ ദൃശ്യങ്ങൾ പകർത്തി അവരെ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്?
ഹിമ, ഉള്ളിലേക്ക് കയറിയ വിദ്യാർത്ഥിനികൾ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. അപ്പോഴാണ് അവർ ഇത്തരത്തിലൊരു സംഭവം ഉള്ളിൽ നടന്നതായിട്ട് പുറത്തുള്ള കുട്ടികളോട് പറയുന്നത്. അപ്പോഴാണ് ഇവർക്ക് കൂടുതൽ അക്രമാസക്തരാവുകയും പോലീസിന് നേരെ തിരിയുകയും ചെയ്തത്. പക്ഷേ ഈ പ്രശ്നം രംഗം വഷളാവുന്നു എന്ന് കണ്ട് തുടക്കത്തിൽ ഒന്ന് ആശ്വസിച്ചിരുന്ന പോലീസ്, അതായത് ആദ്യത്തെ ഇവരുടെ പ്രതിഷേധത്തിന് ഒരു ശമനം ഉണ്ടായി എന്ന് കരുതിയിരുന്ന പോലീസ് വീണ്ടും ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കനക്കുന്നത് കണ്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വന്ന ഇവരോട് സംസാരിക്കുകയായിരുന്നു. ചെയ്ത പ്രവൃത്തി അത് ശരിയായിരുന്നില്ല എന്നും എടുത്ത ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്നും SHO അടക്കമുള്ളവർ ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷെ വിദ്യാർത്ഥികൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ആ എടുത്ത ഉദ്യോഗസ്ഥൻ പുറത്തു വന്ന് മാപ്പ് പറയണമെന്ന് തന്നെയാണ്. അത് മാത്രമല്ല, എന്തിന് ഹിമ പറഞ്ഞതുപോലെ തന്നെ എന്തിന് ഈ പരാതി നൽകാൻ പോയ വിദ്യാർത്ഥിനികളുടെ ദൃശ്യങ്ങൾ എടുത്തു? അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇത്രയധികം ക്യാമറകളില്ലേ, ഇതിലെല്ലാം ദൃശ്യങ്ങൾ പതിയുന്നില്ലേ, പിന്നെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും വിദ്യാർത്ഥികൾ തിരിച്ചു പറയുന്നുണ്ടായിരുന്നു, പരാതി നൽകാനായി ഉള്ളിൽ കയറിയ വിദ്യാർത്ഥിനികളാണ്, എന്തിനവരുടെ ദൃശ്യങ്ങൾ എടുത്തു, ഇവരുടെ ചിത്രങ്ങളാണ് മോർഫ് ചെയ്തത് എന്ന് പുറത്തറിയില്ലേ, ഈ ഒരു ദൃശ്യം പുറത്തേക്ക് ലീക്കായി പോയത് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യപ്പെട്ടാൽ അത് ആ കുട്ടികളെ ബാധിക്കില്ല എന്ന രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. തികച്ചും ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ രാത്രി ഇത്രയും വൈകി, ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്, ഈ നേരവും അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ ആവശ്യം തികച്ചും ന്യായമാണ്. പക്ഷേ ഇത്രയും നേരം ഇത്രയും അധികം വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യാൻ പോലും, അല്ലെങ്കിൽ അവരെ ഒന്ന് അടക്കി നിർത്താൻ പോലും അവിടെയുള്ള പോലീസിന് സാധ്യമാകാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ കൈക്ക് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അത്രത്തോളം ബഹളമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഉണ്ടാകുന്നതെന്ന് തന്നെ പറയാം. ഈ വിദ്യാർത്ഥികളെ എത്തരത്തിലൊന്ന് സമാധാനിപ്പിക്കുമെന്നറിയാതെ പോലീസ് നട്ടം തിരിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്ന് തന്നെ പറയാം ഹിമ. തീർച്ചയായും അതെ. 14 വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ട്. അതിൽ എല്ലാം ഒരേ സ്വഭാവത്തിലുള്ള പരാതികൾ തന്നെ ആയിരിക്കാം. പക്ഷെ അതിൽ 1-2 പരാതികൾ മാത്രം രേഖപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. കേസ് തന്നെ സ്ട്രോങ് ആണെങ്കിൽ ഈ 14 വിദ്യാർത്ഥികളുടെ പരാതിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ അതിന് പോലീസ് തയ്യാറാകുന്നില്ല. അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് പോലീസ് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇത്ര സമയമായി ഇവിടെ പ്രതിഷേധിക്കുന്നു, എന്നിട്ടും അതേ ആ വിദ്യാർത്ഥികളുടെ ഭാഗം കേൾക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. നിലവിൽ ഈ പരാതി ഉള്ളത് ഏബൽ എന്ന വിദ്യാർത്ഥിക്കെതിരെയാണ്. ഇപ്പോൾ നിലവിൽ ജാമ്യത്തിലാണ് ഏബൽ ഉള്ളത്. ഇന്ദു, ഈ ഏബലിനെതിരെ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? അവിടുത്തെ അധികൃതർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായോ അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ? ഭാഗത്തു നിന്ന് എന്താണ് നടപടി ഉണ്ടായിരിക്കുന്നതെന്ന് കൃത്യമായ ഒരു അറിവില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ ഏകദേശം 24 മണിക്കൂറിനോട് അടുക്കുന്നു ഏബലിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി എത്തിയിട്ട് വിദ്യാർത്ഥികൾ ഇവിടെ ഇന്ന് പ്രതിഷേധിച്ച അതിലേക്ക് സ്വാഭാവികമായും നാളെ കോളേജിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാവാം എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, വിദ്യാർത്ഥികൾ പ്രാഥമികമായി കോളേജിൽ പരാതി നൽകിയിരുന്നു. അവർ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചു എന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പിടിയിലായ ആബേലിനെ അബേലിന്റെ പേരിലുള്ള കേസ് അത്രത്തോളം വീക്ക് ആയതുകൊണ്ട് തന്നെ ആവണം ജാമ്യം ലഭിച്ച പുറത്തിറങ്ങി 24 മണിക്കൂറിനുള്ളിൽ തന്നെ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങിയെങ്കിൽ ഒന്ന് ഊഹിച്ചു നോക്കൂ. അത്രയും സ്ട്രോങ് ആയ രീതിയിലുള്ള ഒരു കേസ് ആവില്ല ആബേലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് വിദ്യാർത്ഥിനികൾ പറയുന്നതും. തങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് തങ്ങളുടെ കൂട്ടത്തിലുള്ള 10-ലധികം വിദ്യാർത്ഥിനികളുടെ ജീവിതം വെച്ച് കളിച്ച ഒരാള് ഇപ്പോൾ സ്വതന്ത്രനായി പുറത്തിറങ്ങി നിൽക്കുന്നത് യാതൊരു വിധത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നൊരു സ്റ്റാൻഡിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ അത്രയും പ്രതിഷേധിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുൻപിലാണ് വിദ്യാർത്ഥികളുടെ ഉപരോധം നടക്കുന്നത്. സഹപാഠികളുടെ മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ MBBS വിദ്യാർത്ഥി പ്രചരിപ്പിച്ച കേസിലാണ് പോലീസ് കടുത്ത നടപടി എടുക്കുന്നില്ല എന്നാരോപിച്ച് വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നത്. ആകെ പരാതിയുള്ളത് 14 വിദ്യാർത്ഥിനികൾക്കാണ്. പക്ഷെ അവരുടെ എല്ലാവരുടെയും പരാതി കേൾക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. അതിൽ 1-2 പരാതികൾ മാത്രം രജിസ്റ്റർ ചെയ്ത് എല്ലാം ഒരേ സ്വഭാവത്തിലുള്ള പരാതികൾ തന്നെയല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് പോലീസ്. എന്തുകൊണ്ടാണ് പരാതി എടുക്കാൻ പോലീസിന് ഇത്ര മടി, FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് ഇത്ര മടി എന്ന് ചോദിച്ച് വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട് സമയം ഒരുപാടായി. പക്ഷെ ഇതുവരെയും അവരെ കേൾക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ ആവശ്യങ്ങൾ കേട്ട ശേഷം പോലീസ് 2 വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. CCTV ഒക്കെ ഉള്ള പോലീസ് സ്റ്റേഷനാണ്. എന്നിട്ടും ആ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ വീണ്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഫോണിൽ പകർത്തുന്നു. അതിപ്പോൾ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. മറ്റ് വിദ്യാർത്ഥി യുവജന സംഘടനകൾ അടക്കം എത്തി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വലിയ രീതിയിൽ അവിടെ പ്രതിഷേധം തുടരുകയാണ്. ഇന്ദു, എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴുള്ള ഒരു നിലപാട്? ആ ദൃശ്യങ്ങൾ പകർത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തെത്തി ഇവരോട് മാപ്പപേക്ഷിച്ചോ? എന്താണ് നിലവിലെ സാഹചര്യം? വിദ്യാർത്ഥികൾ എന്താണ് ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യം? പോലീസിന് കേസെടുക്കുന്ന എന്താണ് ഇത്ര മടി?
ഹിമ, പോലീസിന് ഈ വിദ്യാർത്ഥികളെ അടക്കി നിർത്താനാവുന്നില്ല, അല്ലെങ്കിൽ അവരെ സമാധാനിപ്പിക്കാനാവുന്നില്ല എന്ന് പറയുന്നതാവും ശരി. വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ഒരു പക്ഷേ ഇരച്ചു കയറുമോ എന്ന് ഭയന്നിട്ടാവാം. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് മുൻവശത്തെ ഗ്രില്ല് അടച്ച്, ആ ഒരു ഗേറ്റ് പോലുള്ള ഭാഗം അടച്ച് അവിടെ പോലീസുകാർ കാവൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരനെ പുറത്തേക്ക് എത്തിച്ചാൽ വിദ്യാർത്ഥികൾ ആക്രമിക്കുമോ എന്ന ഭയം കൊണ്ടാവാം അയാൾ പുറത്തേക്ക് ഇറങ്ങിയതായി നിലവിൽ മനസ്സിലാവുന്നില്ല. SHO അടക്കമുള്ളവർ പുറത്തുണ്ട്. അവർ വിദ്യാർത്ഥികളെ പറഞ്ഞ് സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. എത്രയും വേഗം തന്നെ, അതായത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ, ഇവരുടെ ആവശ്യം എല്ലാവരുടെയും പരാതി കേൾക്കുക എന്നുള്ളതായിരുന്നുവെന്ന്. അത് പോലീസ് അംഗീകരിച്ചതായിരുന്നു. അതിന്റെ തുടക്കം എന്നോണമാണ് 2 വിദ്യാർത്ഥിനികളെ ഉള്ളിലേക്ക് വിളിപ്പിച്ചത്. പക്ഷെ അവിടെ ആ ദൃശ്യം പകർത്തിയതാണ് വീണ്ടും ഇത് ഇത്രത്തോളം സംഘർഷഭരിതമാവാനായിട്ട് ഉള്ള കാരണമായി മാറുന്നത്. എന്തായാലും പരാതിയുള്ള എല്ലാ വിദ്യാർത്ഥിനികളുടെയും പരാതി കേൾക്കാൻ തങ്ങൾ തയ്യാറാണെന്നും വെവ്വേറെ പരാതി എഴുതി FIRകൾ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വിദ്യാർത്ഥികൾ നിലവിൽ അവിടെ അക്രമാസക്തരെ അല്ലെങ്കിൽ ബഹളം വെക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും അവരുടെ അനുമതിയില്ലാതെ, നമുക്കറിയാം പരാതി നൽകാനായിട്ട് എത്തുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവർ ഇത്തരം ഒരു സംഭവം, പ്രത്യേകിച്ച് ഈ മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ ഒക്കെ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് അവരുടേതാണ് എന്ന് പുറലോകം അറിയുമോ എന്നൊരു ഭയമൊക്കെ ഈ വിദ്യാർത്ഥികൾക്കുണ്ടാവാം. സ്വാഭാവികമാണ്. ആ അതിന്റെ ഒരു ഭയത്തിൽ ഇരിക്കുന്ന കൂട്ടത്തിലാണ് ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ അവരുടെ ആത്മവിശ്വാസത്തെയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു വിശ്വാസത്തെയും തകർക്കും വിധം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നീക്കം കൂടി ഉണ്ടാകുന്നത്. അതാണ് വിദ്യാർത്ഥികളെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. എത്രയും വേഗം തന്നെ ആ ദൃശ്യം വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും അതവരെ സമാധാനിപ്പിച്ചിട്ടില്ല. അവർക്ക് പൊതുമധ്യത്തിൽ ആ പോലീസുകാരൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ അവിടെ പ്രതിഷേധം കുറച്ചുകൂടി കടുപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. നിലവിൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ വിദ്യാർത്ഥികൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാകാം ആ പോലീസുകാരനെ പുറത്തേക്ക് ഇറക്കാത്തത്. സംരക്ഷിച്ചു നിർത്തുക തന്നെയാണ് മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഹിമ, തീർച്ചയായും അതെ. ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ദിനം കാണുന്ന ഒരാൾ തങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി അത് മോർഫ് ചെയ്തതിന്റെ ഒരു തരത്തിലുള്ള ആശങ്ക ഒരു വശത്ത് വിദ്യാർത്ഥികൾക്ക്, കൂടാതെ അത് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസുകാർ അത് കേൾക്കുന്നില്ല എന്നുള്ളൊരു ആശങ്ക വീണ്ടും. അതിനു പുറമെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനകത്തെത്തിയപ്പോൾ ആ വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങൾ വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ പകർത്തി എന്നുള്ളതാണ്. എന്തായാലും പോലീസ് സ്റ്റേഷന് മുൻപിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. എല്ലാ പരാതികളും കേൾക്കണം, അതിൽ നടപടി സ്വീകരിക്കണം എന്നുള്ള ന്യായമായ ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഇന്ദുലേഖ രേണുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.